ഈശ്വര എന്ത് പറയാനാണെന്നേ. ഇന്നലെ വെള്ളയപ്പം ഉണ്ടാക്കാനായിട്ട് അമ്മ ഇന്നലെ ഒരു 11 മണിയായപ്പോഴേ അരി ആട്ടി വെച്ചതാ. ഈ അപ്പച്ചട്ടിയിൽ രാത്രി ആയപ്പോൾ അപ്പം ചുട്ടപ്പം ഉണ്ടല്ലോ, എൻ്റെ പൊന്നോ എന്തൊരു കട്ടി, നടുക്കൊക്കെ ഭയങ്കര കട്ടി കേട്ടാ. ഒരു തരത്തിൽ ഇത് കഴിക്കാൻ പറ്റുന്നില്ല, മരം പോലെ ഇരിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പോൾ വിചാരിച്ച് ചിലപ്പോൾ ഇന്നലെ അതിന് മാവ് പുളിക്കാത്തതുകൊണ്ടായിരിക്കും ഇന്ന് രാവിലെ ആകുമ്പോൾ ശരിയാവുമെന്ന്. എവിടെ, ഇന്ന് രാവിലെ അതിൻ്റെ അപ്പുറമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ എന്തേന്നറിയാമോ, അപ്പച്ചട്ടി അങ്ങ് മാറ്റിയിട്ട് ദോശക്കല്ല് എടുത്ത് വെച്ച് മാവ് ഒഴിച്ച് അങ്ങ് അടച്ച് വെച്ച് അപ്പച്ചട്ടി എടുത്ത്. സത്യം പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ടാണ്, നമുക്ക് അപ്പച്ചട്ടി ഇല്ലാണ്ട് വെള്ളയപ്പം ഉണ്ടാക്കുന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യമാണ്. ഇങ്ങനെ വെള്ളയപ്പം ഉണ്ടാക്കുമെന്നുള്ളത് തന്നെ ഭയങ്കര അതിശയമായിരുന്നു. ഞാൻ ഇങ്ങനെ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോഴേ ഈ വടക്കോട്ടുള്ളവരൊക്കെ ഇതുപോലെ അപ്പം ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ആ രീതിയിലൊന്ന് അപ്പമൊക്കെ ഉണ്ടാക്കിയിട്ട് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ ഇത് വെള്ളയപ്പമാണ്, നമ്മൾ സാധാരണ അപ്പമല്ല, നമ്മൾ കള്ളപ്പമൊക്കെ ഉണ്ടാക്കൂലേ അത് ഇതുപോലെയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടെന്ന്. ഇപ്പോൾ കഴിച്ചു നോക്കിയപ്പോൾ ചേട്ടന് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴേക്ക് കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുട്ട ബുൾസയൊക്കെ അടിച്ച് എങ്ങനെയെങ്കിലും ആളിനങ്ങ് കൊടുത്ത്. ഈ പറയും പോലെ നമ്മൾ അല്ലെങ്കിൽ അറിയാമല്ലോ, ഇവിടെ വെള്ളയപ്പം ഉണ്ടാക്കുമ്പോൾ അപ്പത്തിലാണ് മുട്ട ഒഴിച്ചൊക്കെ കൊടുക്കാറ്. ഇങ്ങനെ കൊടുത്തപ്പോഴേക്ക് ആ ഒരു മാറ്റം വന്നപ്പോൾ തന്നെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ. ഈശ്വര എന്തൊക്കെ കാര്യങ്ങളാണല്ലേ. ഈ ട്രിക്കൊക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എൻ്റെ അമ്മയുടെ നിന്ന് തന്നെ. അമ്മയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും അബദ്ധം വരുമ്പോൾ അമ്മ എന്ത് ചെയ്യുന്ന അറിയുമ്പോൾ ആ കറികളിന് ആ രൂപവും ഭാവമൊക്കെ മാറ്റി വേറൊരു പേരും ഇട്ട് നമ്മളെ കൊണ്ട് തീറ്റിക്കുമായിരുന്നു. എന്തായാലും അതെനിക്കിപ്പോൾ ഉപകാരപ്പെട്ട് അങ്ങനെ ഇതാ ഗ്രീൻ പീസ് കറിയൊക്കെ ആക്കി ചേട്ടൻ കഴിച്ചും കൊണ്ട് പോയി. ഇനി എനിക്കും അമ്മയ്ക്കും കഴിക്കണമല്ലോ, അപ്പോൾ അമ്മയ്ക്കും കൊടുത്തിട്ട് ഇനി ഞാനൊരു അച്ചാറും കൂടിയൊക്കെ കൂട്ടിയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച്. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിലും എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്.